എൻ്റെ ദൈവം ഏകജാതനെ എൻ്റെ യേശു പരിഹാരം ബലിയായി. എൻ്റെ ദൈവത്തിൻ്റെ പരിശുദ്ധമായി ഇപ്പം നിന്നോട് സംസാരിക്കുന്നത് എന്താണ്? ദൈവത്തിൻ്റെ ധവളപത്രം കാണിച്ചു. എന്താണ്? ഒന്നുമേ ദൈവത്തിന് വേണ്ടി റിസർവ് ചെയ്ത് വെച്ചിട്ടില്ല. നമുക്ക് യേശുക്രിസ്തു നൽകിയവൻ അവനോട് കൂടെ സമസ്തവും നമുക്ക് നൽകത്തില്ലേ എന്ന്. അപ്പോൾ ഒന്നും റിസർവ് ചെയ്ത് വെക്കാതെ സമസ്തവും നമുക്ക് നൽകുന്നതിന് വേണ്ടി ദൈവം ഈ ധവളപത്രം ഉയർത്തുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള ഓപ്ഷൻ എന്താണ്? നമ്മളും ദൈവത്തോട് പറയണം, ഞാനും ഒന്നും റിസർവ് ചെയ്ത് വെച്ചിട്ടില്ല എന്ന്. ഇത് നിങ്ങൾ ഉറപ്പ് വരുത്തണം. എന്നാൽ ഓക്കെ ആകും ഉടമ്പടി. ഞാനും ഒന്നും എനിക്ക് വേണ്ടി ലക്ഷ്മിയോട് സിസ്റ്റർ ചോദിച്ചേ, നിനക്ക് എന്തെല്ലാം ആധ്യാത്മിക വളർച്ച ഉണ്ടായെന്ന് പറഞ്ഞു. അപ്പോൾ ലക്ഷ്മി എടുത്ത വായിക്കും പറഞ്ഞത്, ഞാൻ എടുത്തുചാട്ടക്കാരിയാണ്, ഒരു മുൻകോപിയാണ്. ഇപ്പം എല്ലാവരോടും ഞാൻ മാർദ്ദവമായിട്ടാണ് പെരുമാറണത്. നത്തിങ് റിസർവ്ഡ് പോയ കാര്യം. നമ്മളിങ്ങനെ മുൻകോപം എടുത്തിയാടം കാണിക്കുമ്പോൾ നമ്മളുടെ ഒരു ഫെയിം മറ്റുള്ളവരുടെ മുമ്പിൽ ചില ആൾക്കാരിങ്ങനെ മസിലൊക്കെ പിടിച്ച് തല ഉയർത്തി മിണ്ടാത്തില്ല. കാര്യം അവരോട് അധികം മിണ്ടിക്കഴിഞ്ഞാൽ അവർ പറയണത് ഇവർ നമ്മുടെ തലയ്ക്കൊരു നിരങ്ങുമെന്നാണ് പറയണത്. ചില ആൾക്കാർ റിസർവ്ഡ് കാണിക്കുന്നതിൻ്റെ കാര്യം എന്താ? ഇപ്പോൾ സ്വന്തം ഭാര്യയെടുത്ത് പോലും വളരെ എണ്ണിത്തൂക്കി ഒരു ദിവസം 10 വാക്ക് ഉപയോഗിക്കും. 11 വാക്ക് ഉപയോഗിച്ചാൽ അവൾക്ക് ടെൻഷനാണ്. എന്താ കാര്യം? ഇവളോട് അധികം സംസാരിച്ചാൽ അവൾക്ക് എൻ്റെ തലക്കയറി നിരങ്ങുമെന്നാണ്. പിള്ളേരോട് സംസാരിക്കത്തില്ല, കുറച്ച് കഴിയുമ്പോൾ ചത്തുപോകും. അധികം സംസാരിക്കാതെ തന്നെ കൈയും കുപ്പി പടവും പിടിച്ച് പോണ കാണാം പാവപ്പെട്ടവൻ. അപ്പോൾ ഇങ്ങനെ കുറച്ച് മസിൽ പിടുത്തങ്ങളുണ്ട്. അത് റിസർവേഷനാണ്, റിസർവ് ചെയ്ത് വെക്കുകയാണ്. നിങ്ങളൊന്ന് ആ മസിലൊക്കെ ഒന്ന് അയക്കണം. അതെല്ലാവരോടും സംസാരിക്കണം. മറ്റുള്ളവരോട് സംസാരിച്ച് കഴിയുമ്പോൾ അവർ നിങ്ങൾക്ക് വില തരത്തില്ലെന്നാണ് പറയണത്. ദാറ്റ് ഇസ് റിസർവ്ഡ്. ഈ ധവളപത്രം നിങ്ങൾ കാണിക്കണം. കാര്യം എന്താണ്? ഞാനൊന്നും റിസർവ് ചെയ്ത് വെച്ചിട്ടില്ല. കർത്താവിനെ പ്രതി ഞാൻ എന്നെ തന്നെ എല്ലാവർക്കും വെളിപ്പെടുത്തിയിട്ടുണ്ട്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, നിന്നെ പോലെ ഒന്നും റിസർവ് ചെയ്ത് വെക്കാതെ ഞാൻ എന്നെ തന്നെ എന്റെ കുടുംബത്തിനും സമൂഹത്തിനും സംലഭ്യനാകാൻ അനുഗ്രഹിക്കണമേ. ശ്രുതികട ഹല്ലേലൂയ 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 പിന്നെ ലക്ഷ്മി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. രണ്ടാമത്തെ കാര്യം പറയണത്, ഞാൻ ശത്രുക്കളോട് ക്ഷമിച്ചു എന്നാണ്. എനിക്ക് എടുത്തുചാട്ട മുൻകോപമുള്ള കാരണം കുറേ ശത്രുക്കളുണ്ടായിരുന്നു, മിണ്ടാതിരിക്കണ കുറേ ശത്രുക്കളുണ്ടായിരുന്നു. അവരോടൊക്കെ ഞാൻ ക്ഷമിച്ചു. ഞാൻ എന്ത് ചെയ്ത്? അങ്ങോട്ട് മെസ്സേജ് അയച്ചെന്ന്. എല്ലാവരുടെയും പ്രശ്നം അതാണല്ല. കർത്താവിൻ്റെ കാലത്ത് ഈ കൈ കുറുകിപ്പോയ ഒരു പിശാചിനെ കണ്ടായിരുന്നു കർത്താവ്. അപ്പോൾ കർത്താവിനെ കൈ കുറുകിപ്പോയൊരുത്തനെ കണ്ട കർത്താവ് കണ്ടില്ലേ? ഇല്ലേ? അപ്പം അവരോട് എന്താ പറഞ്ഞത്? ടച്ച് ഔട്ട് യുവർ ഹാൻഡ്സ് എന്നല്ലേ പറഞ്ഞത്. അത് കൽപ്പനയാണ്. നിൻ്റെ കൈ നീട്ടുക. ചില ആൾക്കാർക്ക് കൈ കുറുകിയിരിക്കണല്ല, അങ്ങോട്ട് മെസ്സേജ് അയക്കത്തില്ല. ഇങ്ങോട്ട് വന്ന് പറട്ടെ, ഞാനോട് തെറ്റും ചെയ്തിട്ടില്ലല്ലോ, അവരല്ലേ തെറ്റ് ചെയ്തത്, അവരെന്നോട് വന്ന് ചോദിക്കട്ടെ എന്ന് പറയുക. കുറുകിയിരിക്കാൻ കൈ മാത്രമല്ല, ഈ പണ്ടാരത്തിൻ്റെ കഴുത്ത കുറുകിയിരിക്കുകയാണ്, മിണ്ടത്തില്ല. നാക്കും താന്നിരിക്കുകയാണ്, ഊമയൻ. കർത്താവ് ഈ പാട്ടിനെ എല്ലാം സുഖപ്പെടുത്തുന്ന പാർട്ടിയാണ്. കൈ കുറുകിയവനുണ്ട്, കഴുത്ത് കുറുകിയവനുണ്ട്, നാക്ക് കുറുകിയവനുണ്ട്. അവനോടെല്ലാം ബൈബിളിങ്ങനെ നിരനേടുന്ന കർത്താവ് സുഖപ്പെടുത്തുന്നുണ്ട്. ഇന്നെങ്കിലും കർത്താവിനെ അറിയാൻ
നമുക്ക് കർത്താവിൻ്റെ തിരുസന്നിധി നമ്മുടെ നാക്കും കഴുത്തും കൈ നീട്ടിക്കൊടുക്കാം. പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, ഇങ്ങോട്ട് ക്ഷമിക്കാത്തവനെ അങ്ങോട്ട് ചെന്ന് സംസാരിക്കുവാനും അങ്ങോട്ട് മെസ്സേജ് അയക്കുവാനും അവരുമായി അനുരഞ്ജനത്തിൽ പോകുവാനും എന്റെ അഹങ്കാരത്തെ നിന്റെ വിശുദ്ധ രക്തത്താൽ കഴുകി നീ എന്നെ സുഖപ്പെടുത്തണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഉടമ്പടി വരുമ്പോൾ ഈ ഉടമ്പടി എപ്പോഴും നോക്കുന്നത് അവൻ പറയണത് പോലെ ചെയ്യുന്നതല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ ആദിമസഭയെല്ലാം ഈ കവനൻ്റ് ഫോർമുല ഉപയോഗിച്ചിട്ട് ലൈഫ് റീഫോർമാറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ യാക്കോബിൻ്റെ 1:22 എടുത്ത്, നിങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന, പറഞ്ഞ നിങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അത് അനുവർത്തിക്കുന്നവരും ആയിരിക്കുവിൻ. അപ്പോൾ വചനത്തിന് പ്രാധാന്യം കൊടുക്കുന്നത് അനുവർത്തിക്കുന്നതിലാണ്, കേൾക്കുന്നതിലല്ല. കേട്ട് മാത്രം ഇരിക്കുന്ന ആൾക്കാർ ആത്മവഞ്ചകർ, അവരവിടെ തന്നെ വഞ്ചിക്കുക ചെയ്യണത്. കാര്യം വചനം നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നതിലാണ് ഈ കവനൻ്റ് ശരിക്കും വർക്കിംഗ് കണ്ടീഷനിലാകണത്. അപ്പം നമുക്ക് ചെയ്യാനാണ് ചൊല്ലാനുള്ളതിനേക്കാളും നമുക്കെല്ലാം ചെയ്യാനുള്ളത്. അപ്പം നിങ്ങൾ ചെയ്യുന്നത് ദൈവം അത് അക്കൗണ്ട് ചെയ്യുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പം അതുകൊണ്ട് ഈശോ എപ്പോഴും പറയവേ, ഈ ബിഹേവിയർ ഇല്ലേ, ബിഹേവിയർ എന്നുവെച്ചാൽ എന്താണ്? പെരുമാറ്റവും വിശ്വാസവും തമ്മിൽ കുറേ ബന്ധമുണ്ട്. പെരുമാറ്റവും വിശ്വാസവും, പെരുമാറ്റവും പ്രത്യാശയും. മത്തായി സുവിശേഷം എടുത്തേ 7:16 എടുത്തേ. മത്തായി സുവിശേഷം 7:16. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. മത്തായി 7:16 ഫലങ്ങളിൽ നിന്ന് അവരെ മനസ്സിലാക്കാം. അതായത് വൃക്ഷത്തെ അറിയണത് ഫലങ്ങളിൽ നിന്നാണ്. നമ്മുടെ പെരുമാറ്റമാണ് ബൈബിളിൽ എപ്പോഴും ഫലമെന്ന് പറയണത്. അപ്പോഴേ പെരുമാറ്റത്തിൽ വിശ്വാസവും പെരുമാറ്റവും തമ്മിൽ ബന്ധമുണ്ട്. നിങ്ങൾ ഉടമ്പടിയിലാണെന്നുണ്ടത് ദൈവം മനസ്സിലാകണത് നിങ്ങളെ കുത്തിയിരുന്ന് ആ പ്രത്യക്ഷീകരണ പ്രാർത്ഥന 300 പ്രാവശ്യം ചെല്ലുമ്പോഴും ബൈബിൾ കാണാപ്പാടം എഴുതുമ്പോഴല്ല. അതങ്ങനെ എന്തെല്ലാം നോൺസെൻസ് പരിപാടി ആൾക്കാർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് പ്രയോജനമാണ്? അപ്പോൾ നിങ്ങൾ ആ ബൈബിൾ മൊത്തം എഴുതാമെന്ന് വിചാരിച്ചോ? എന്ത് നമ്മൾ ബിഷപ്പിനാ കർദിനാളിനാ കൊണ്ടേ കൊടുക്കുകയും ചെയ്യും. ഇങ്ങനെ കൊടുത്തോ കേട്ടോ, ഒന്ന് വെറുതെ ഇരിക്കണേക്കാളും നല്ലതാണ്. ഒരു ചൊറിയും കൊടുത്ത് വീട്ടിലിരിക്കണേക്കാളും നല്ലതാണ് ബൈബിൾ. പക്ഷെ അതല്ലല്ല പ്രശ്നം. അതായത് ഉടമ്പടി നമ്മൾ ആവശ്യപ്പെടുന്നത് എന്താണ്? അത് അനുവർത്തിക്കുന്നവരാകണം. അത് അനുവർത്തിക്കുന്നവർ ബൈബിൾ എഴുതുകയാണെ കുഴപ്പമില്ല, കറക്റ്റാണ്. അവർക്ക് ബൈബിൾ കാണാപ്പാഠം പഠിക്കാനും. അനുവർത്തിക്കാതെ ഈ സംഭവം എഴുതാൻ വേണ്ടി എഴുതുമ്പോൾ ഒരു നോ യൂസാണ് ഈ സംഭവം. കാര്യം എന്താണ്? വൃക്ഷത്തിൽ നിന്ന് ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ അറിയാം. പെരുമാറ്റത്തിൽ നിന്നാണ് നിങ്ങൾ ഉടമ്പടിയാണ്ടായില്ലെന്ന് അറിയണത്. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദിയും സ്തുതി അർപ്പിക്കുന്നു. ഈ അൾത്താരയിൽ നിന്ന് ഒരിക്കൽ കൂടി സാക്ഷ്യം പറയുവാനായി, ഈശോയെ മഹത്വപ്പെടുത്തുവാനായി തന്ന ഈ നിമിഷങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു ഈശോയ്ക്ക്. എൻ്റെ പേര് ഫിലോമിന. ശുരൂപതയിൽ നിന്നും ചുറ്റിശ്ശേരി ഇടവകയിൽ നിന്നും വരുന്നു.
2022 നവംബർ 14 തീയതിയാണ് ഞാൻ ഉടമ്പടി എടുത്തത്. ഞങ്ങൾക്കൊരു സ്ഥലവും വീടും വിൽക്കാനുണ്ടായിരുന്നു. ഇപ്പോൾ ചിറ്റിശ്ശേരി ആണെങ്കിലും ഞങ്ങൾ മാമ്പ്രയിൽ അങ്കമാലി രൂപതയിൽ താമസിച്ചിരുന്നു കഴിഞ്ഞ വർഷം. അപ്പോൾ അവിടെ നിന്നും ആ വീട് വിൽക്കുവാനായി. കാരണം വേറെ ഒന്നല്ല, പള്ളി കുറച്ച് അകലെ ആയതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് വിൽക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് കുറേ ആളുകൾ വന്നിരുന്നെങ്കിലും സ്ഥലം വിൽക്കുവാനോ അല്ലെങ്കിൽ അതിനൊന്നും സാധിച്ചിരുന്നില്ല, പലവിധ തടസ്സങ്ങളാൽ. 24 ഓഗസ്റ്റിൽ ഞാൻ ജൂലൈയിൽ പുതുക്കി വന്നു. ഓഗസ്റ്റ് മാസം 1 ഞാൻ ഈശോയോട് പറഞ്ഞു, ഇനി ഈശോയും മാതാവും കൂടി കൊണ്ടുവരുന്ന വ്യക്തി മാത്രം വീട് കാണാൻ വന്നാൽ മതിയെന്ന്. അങ്ങനെ ഞാൻ ഓഗസ്റ്റ് 31 ഈ വീട് വിൽക്കാനായിട്ട് ഈശോയോട് പറഞ്ഞു, പരിശുദ്ധ അമ്മ വഴി. അപ്പോൾ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു, ഓഗസ്റ്റ് 31 അപ്പോൾ അത് പ്രകാരം ഓഗസ്റ്റ് 10 ഞാൻ വീണ് 2 കൈയും ഒടിഞ്ഞ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. 13 ഒരു സ്ത്രീ വന്നു, വീട് കണ്ടു, ഇഷ്ടപ്പെട്ടു. അപ്പോൾ തന്നെ അവർ ഞങ്ങൾക്കിത് താല്പര്യമുണ്ട്, ഞങ്ങൾക്ക് ഇഷ്ടമായി എന്ന്. മകൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഞാൻ ഹോസ്പിറ്റലായിരുന്നു. മകൻ്റെ അടുത്ത് പറഞ്ഞു. മകൻ പറഞ്ഞ വിലയിൽ തന്നെ അവർ അത് സമ്മതിക്കുകയും ചെയ്തു. ഞങ്ങളൊരു വില പറഞ്ഞിരുന്നു ഞാൻ ഈശോയോട്, ഈശോയെ നിനക്കിഷ്ടമുണ്ടെങ്കിൽ ഈ വില ഞങ്ങൾക്ക് വീട് വെക്കുമ്പോൾ കിട്ടണം, ഇല്ലെങ്കിൽ അതല്ലെങ്കിൽ ഈശോയെ നിൻ്റെ ഇഷ്ടം എന്താണോ അത് നിറവേറട്ടെ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അവർ വന്ന് കണ്ടിഷ്ടപ്പെട്ടു. ഞങ്ങൾ പറഞ്ഞ വിലയ്ക്ക് തന്നെ അവർ സമ്മതിച്ചു. ഞാൻ 13 അവർ ഉച്ചയ്ക്ക് മുന്നാണ് അവർ വന്നിരുന്നത്. ഞാൻ 13 വൈകിട്ട് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്നു. മകനപ്പോൾ പറഞ്ഞു 3 ദിവസത്തിനുള്ളിൽ അവർ വിവരം പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അവർക്ക് ഇഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, ഞാൻ പറഞ്ഞ വില തന്നെ അവർ സമ്മതിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ അവർ 2 ദിവസവും 3 ദിവസവും ഒക്കെ കഴിഞ്ഞ് 4-5 ദിവസമായിട്ടും അവരിൽ നിന്നൊരു റിപ്ലൈ കിട്ടിയില്ല. അപ്പോൾ ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോയെ അവരൊരു വിവരവും തന്നിട്ടില്ലല്ലോ എന്ന്. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധ അമ്മ ആ സ്ത്രീയുടെ കാതിൽ എന്തോ മന്ത്രിക്കുന്നതായി കണ്ടു. അപ്പോൾ എനിക്ക് മനസ്സിലായി പരിശുദ്ധ അമ്മ ഇടപെട്ടുണ്ട്, അപ്പോൾ കാര്യം ഓക്കെ ആണെന്ന്. അങ്ങനെ പിറ്റേ ദിവസം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഈശോ ഇപ്പോഴും ഒന്നും മറുപടി കിട്ടില്ല. ഈശോ പറയാണ്, ഞാൻ എൻ്റെ അമ്മേനെ അവരുടെ അടുക്കലേക്ക് വിട്ടിട്ടുണ്ട്, അമ്മേനെ അയച്ചിട്ടുണ്ട് അവരുടെ അടുക്കലേക്ക് നിന്ന്. അത് കഴിഞ്ഞ് ഞാനിങ്ങനെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കായിരുന്നു. ഞാനിങ്ങനെ ഈശോയോട് പറഞ്ഞു, ഈശോയെ ഞാൻ ഈ 4 ജപമാല സമ്പൂർണ്ണ ജപമാല ചൊല്ലി കഴിയുമ്പോഴേക്കും ഞങ്ങൾക്ക് അനുകൂലമായൊരു മറുപടി ഈശോയെ നിനക്കിഷ്ടമുണ്ടെങ്കിൽ അനുകൂലമായൊരു മറുപടി അവരിൽ നിന്ന് കിട്ടണമെന്ന് ഞാൻ അങ്ങനെ പറഞ്ഞു പ്രാർത്ഥിച്ച് ജപമാല ചൊല്ലി. ഈ 4 ജപമാല ചൊല്ലിക്കഴിഞ്ഞതിൻ്റെ പിന്നാലെ തന്നെ അവർ വിളിച്ചു. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഇഷ്ടമായി, താല്പര്യമുണ്ട്. മോൻ പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു ഉറപ്പ് വേണ്ടേന്ന് പറഞ്ഞു. അവർ പറയുകയാണ്, ഞങ്ങൾ അടുത്ത മാസം, അതായത് സെപ്റ്റംബർ 12 തീയതി ഞങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യും, അപ്പോൾ ക്യാഷ് എല്ലാം ഒരുമിച്ച് അപ്പോൾ തരാൻ, ഞങ്ങൾക്ക് അഡ്വാൻസായിട്ട് തരാൻ ഞങ്ങൾക്കിപ്പോൾ താല്പര്യമില്ല എന്ന് പറഞ്ഞു. മകനൊന്നും മിണ്ടിയില്ല. പിറ്റേ ദിവസം രാവിലെ അപ്പം ഞാനിങ്ങനെ പറഞ്ഞു, ഈശോയെ ഉറപ്പൊന്നുമില്ലാണ്ട് അവർ പറയണതും കാത്ത് വേറെ ആൾക്കാർ വരുമ്പോൾ നമ്മൾ സമ്മതിക്കാണ്ടിരിക്കുക, അങ്ങനെ ഒരു മനസ്സിലൊരു ബുദ്ധിമുട്ട്. അപ്പം ഞാനിങ്ങനെ ഈശോയോട് പറഞ്ഞു, ഈശോയെ ഞങ്ങൾക്കൊരു ഉറപ്പും കിട്ടിയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം അവർ രാവിലെ ഒരു 10 മണിയായപ്പോൾ മകനെ വിളിച്ച് പറയാണ്, മോനെ അപ്പച്ചൻ്റെ അക്കൗണ്ട് നമ്പർ അയച്ചതായോ, ഞാൻ കുറച്ച് പൈസ ഒരു 5 ലക്ഷം രൂപ ഞാൻ അക്കൗണ്ടിൽ ഇടുന്നുണ്ടെന്ന് പറഞ്ഞു. മോൻ അപ്പോൾ തന്നെ അക്കൗണ്ട് നമ്പർ അയച്ചു കൊടുത്തു.
അപ്പോൾ തന്നെ അവർ 5 ലക്ഷം രൂപ അക്കൗണ്ടിൽ ഇടുകയും ചെയ്തു. അത് കഴിഞ്ഞ് ഒരു 4 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും അവർ 20 ലക്ഷം രൂപ കൂടി കൊണ്ടുവന്ന് ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് തന്നു. പിന്നീട് അപ്പോൾ അവർ പറഞ്ഞിരുന്നു 12-ാം തീയതി രജിസ്ട്രേഷൻ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. അതുപ്രകാരം 12-ാം തീയതി അവർ രജിസ്ട്രേഷനായി ഒരുങ്ങി. അതെല്ലാം ഭംഗിയായി കഴിഞ്ഞു. ഈശോ തന്ന ഈ വലിയ അനുഗ്രഹത്തിന് നന്ദിയും സ്തുതിയും പറയുന്നു. പരിശുദ്ധ അമ്മ അവിടെ ഇടപെട്ട കാര്യങ്ങളിലൂടെ ഒത്തിരി അനുഗ്രഹങ്ങൾ തന്നു. അതുപോലെ രണ്ടാമത്തെ ഞങ്ങൾ ചിറ്റിശ്ശേരിയിൽ ഒരു സ്ഥലം വാങ്ങിച്ചിരുന്നു. ആ സ്ഥലത്തിൻ്റെ കരാറ് കഴിഞ്ഞിരുന്നു, പക്ഷേ രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ രജിസ്ട്രേഷന് വേണ്ടി ഞാൻ നിയോഗം അതിൽ വെച്ചിരുന്നു. അപ്പോൾ ആ രജിസ്ട്രേഷൻ ഭംഗിയായി ഈ സെപ്റ്റംബറിനുള്ളിൽ തന്നെ 12-ാം തീയതിക്ക് മുന്നേ അതിൻ്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞു. പിന്നെ എനിക്ക് രണ്ടാമത് പിന്നെ ഒരു സാക്ഷി എന്ന് പറയുന്നത് കണ്ണിൻ്റെ എനിക്ക് മുട്ടുകൾക്ക് 2 മുട്ടുകൾക്കും നല്ല വേദനയായിരുന്നു. മുട്ടുകുത്താനോ ഇരിക്കാനോ എഴുന്നേൽക്കുവാനോ നടക്കാനോ പറ്റാത്ത വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു, വേദനയായിരുന്നു. കിടക്കുമ്പോൾ പോലും മുട്ടുവേദനയാണ്. അപ്പോൾ അങ്ങനെ പള്ളിയിലൊന്നും മുട്ടുകുത്താൻ തീരെ പറ്റില്ല. അതൊരു 10-15 വർഷമായിട്ട് ശരിക്കും പറയുകയാണെങ്കിൽ മുട്ടുവേദന തുടങ്ങിയിട്ട്. പക്ഷേ കൂടുതലായിട്ട് മുട്ടുകുത്താൻ പറ്റാത്ത അവസ്ഥ എനിക്കൊരു 8 വർഷമായിട്ടുണ്ട്. അങ്ങനെ ഞാൻ അപ്പോൾ ഡോക്ടറെ കാണിച്ചു. തീരെ പറ്റാണ്ട് വന്നപ്പോൾ ഡോക്ടറെ കാണിച്ചു. ആദ്യം അവർ പറഞ്ഞിരുന്നു ഒരു 2 മുട്ടിനും എല്ലുതേമാനാണെന്ന് പറഞ്ഞ് അതൊക്കെ അങ്ങനെ കൊണ്ട് നടന്നു. പക്ഷെ തീരെ പറ്റാണ്ട് വന്നപ്പോൾ ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ പറഞ്ഞു 2 മുട്ടും ഓപ്പറേഷൻ ചെയ്ത് മാറ്റി വയ്ക്കണം, വേറെ ഒന്നും ഇതിനൊരു പരിഹാരമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഈ ഉടമ്പടിയിൽ ഞാൻ നിയോഗം വെച്ചിരുന്നു. മുട്ടുവേദന എനിക്ക് വേണ്ടി നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു. പിന്നെ ഉടമ്പടി തൈലെടുത്ത് ഞാൻ 2 കാലിൻ്റെ മുട്ടുമലും പുരട്ടി പ്രാർത്ഥിച്ചിരുന്നു. ഇപ്പോൾ എനിക്ക് ഒരു 5-6 മാസം കഴിഞ്ഞിട്ടുണ്ടാവും. എനിക്കിപ്പോൾ മുട്ട് കുത്താനും വിശുദ്ധ കുർബാനയിൽ മുട്ടുകുത്താൻ പറ്റാതെയുള്ള വേദനയുണ്ടല്ലോ എൻ്റെ. കാരണം എന്ന് വെച്ചാൽ എല്ലാവരും മുട്ടുകുത്തുമ്പോൾ ഞാൻ എഴുന്നേറ്റ് നിൽക്കുക. അപ്പം ഞാൻ ഈശോയോട് പറയായിരുന്നു, ഈശോയെ നിൻ്റെ മുമ്പിലല്ലാണ്ട് പിന്നെ ഞാൻ ആരുടെ മുമ്പിലാണ് മുട്ടുകുത്തുക എന്ന്. അങ്ങനെ പ്രാർത്ഥിച്ച് ഇപ്പോൾ എനിക്ക് 5-6 മാസമായിട്ട് പള്ളിയിൽ വിശുദ്ധ കുർബാനയ്ക്ക് മുട്ടുകുത്തുകയും അതുപോലെ മുട്ടുകുത്തി നിന്ന് ജപമാല ചൊല്ലുവാനും ഇരിക്കാനും കിടക്കാനും എഴുന്നേൽക്കാൻ നടക്കാനും ഒന്നിനും ഇപ്പോൾ മുട്ടിനൊരു പ്രയാസമില്ല. ഈശോ ഓപ്പറേഷൻ കൂടാതെ തന്നെ പരിശുദ്ധ അമ്മയും ഈശോയും എനിക്ക് ആ മുട്ടുകൾക്ക് പൂർണ്ണ സൗഖ്യം തന്ന് അനുഗ്രഹിച്ചു. പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്കും നന്ദി പറയുന്നു. പിന്നെ എൻ്റെ കണ്ണുകൾക്ക് തലയുടെ ഈ ഇടതു ഭാഗത്തു നിന്നും കണ്ണിലേക്ക് ഇറങ്ങി നല്ലൊരു ശക്തമായൊരു വേദന വന്നിരുന്നു. അത് ഇടയ്ക്കിടെ ആ വേദന വന്നിരുന്നു. ഞാനത് ഡോക്ടറെ കാണിച്ചു. കണ്ണിലൊഴിക്കാൻ തുള്ളി മരുന്നും കഴിക്കാൻ മരുന്നൊക്കെ തന്നു. 1.5 മാസം അത് ചെയ്തിട്ട് എനിക്ക് ഒരു കുറവുമില്ല. ഞാൻ ഉടമ്പടി തൈലെടുത്ത് പുരട്ടി പ്രാർത്ഥിച്ചു. 5-6 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ആ വേദന, ശക്തമായ വേദന പൂർണ്ണമായിട്ടും വിട്ടുമാറി. കർത്താവ് തന്ന വലിയ സൗഖ്യത്തിന് നന്ദി പറയുന്നു. പിന്നെ ഞാൻ വീട് പണിക്ക് വേണ്ടി നിയോഗം വെച്ചിരുന്നു. ഇപ്പോൾ വാങ്ങിച്ച ആ സ്ഥലത്ത് ചിറ്റിശ്ശേരിയിൽ. അപ്പോൾ അതിൻ്റെ വീടിൻ്റെ പണിയെല്ലാം ഭംഗിയായി ഏതാണ്ട് പൂർത്തിയായി. പിന്നെ അതുപോലെ തന്നെ കിണർ കുഴിച്ചപ്പോൾ അതിൽ പാറയുണ്ടായിരുന്നു, കുറച്ച് വെള്ളം ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ അത് വെഞ്ചിരിച്ച് ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. ഇപ്പോൾ സമൃദ്ധമായി കിണറ്റിൽ വെള്ളമുണ്ട്. ദൈവത്തിന് നന്ദി, പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി. അതുപോലെ പിന്നെ ജോസഫച്ചനെ ഞാൻ സ്വപ്നത്തിൽ രാത്രി എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് 2 പ്രാവശ്യം പരിശുദ്ധ അമ്മ എൻ്റെ അടുക്കൽ രാത്രിയിൽ വന്നു. ഈ ജപമാല റാലിക്ക് ഞാൻ പോകണമെന്ന് മനസ്സിൽ ആഗ്രഹിച്ചു, പ്രാർത്ഥിച്ചു. പക്ഷേ എനിക്ക് ലങ്സിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട്. അപ്പോൾ കുറച്ച് നടക്കുമ്പോൾ കിതയ്ക്കും,
അതുപോലെ തന്നെ ഈ തണ്ടലുക്ക് എല്ലുകൾക്ക് അകൽച്ചയുണ്ട്, ഡിസ്കുകൾക്ക് അകൽച്ചയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒത്തിരി പ്രശ്നങ്ങളുള്ളത് കൊണ്ട് എനിക്ക് നടക്കാൻ ബുദ്ധിമുട്ടാണ്. കുറച്ച് നടക്കുമ്പോഴത്തേക്ക് എനിക്ക് നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്നോട് ഭർത്താവും മക്കളും ചോദിച്ചു, എങ്ങനെയാണ് നീ ഇത്രയ്ക്ക് വയ്യാത്ത നീ എങ്ങനെയാണ് ജപമാല റാലിക്ക് പോകുകയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എന്നെ പരിശുദ്ധ അമ്മയും ഈശോയും കൂടെ എന്നെ നടത്തും, എനിക്ക് വിശ്വാസമുണ്ട്, എനിക്ക് ഉറപ്പുണ്ട്, എന്നെ അമ്മയും ഈശോയും കൂടി കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ തലേ ദിവസം ജപമാല റാലിക്ക് പോണ തലേ ദിവസം ഞാൻ രാത്രി സ്വപ്നം കാണുകയാണ്. പരിശുദ്ധ അമ്മ വന്ന് എൻ്റെ തലയിൽ നല്ലൊരു കിരീടം വെച്ച് തന്നു. അത് കഴിഞ്ഞിട്ട് അമ്മ പറയുകയാണ്, മോളെ ഞാൻ ജപമാല റാലിയിൽ നിന്നെ എടുത്തുകൊണ്ട് പോകുമെന്ന്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് പോന്നു. ഞാൻ പറഞ്ഞു, വേണ്ട, ഇന്നെ മാതാവ് ഈശോ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അമ്മ മാതാവ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നല്ല, നിങ്ങൾക്കൊരു പേടിയും വിചാരിക്കേണ്ട, വിഷമിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് അവരാശ്വസിപ്പിച്ച് ഞാൻ ജപമാല റാലിക്ക് പോന്നു. എനിക്ക് യാതൊരുവിധ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുണ്ടായില്ല. പക്ഷെ കുറച്ച് നടക്കുമ്പോഴത്തേക്കും കിതപ്പും നെഞ്ചിൽ ബുദ്ധിമുട്ടും വിഷമവും വരുന്ന ഞാനാണ്. അതുപോലെ തണ്ടലുക്ക് നല്ല വേദന. ഇതൊന്നും എനിക്ക് ആ സമയത്ത് അനുഭവപ്പെട്ടിരുന്നില്ല. എന്നെ ശരിക്കും മാതാവ് എന്നെ എടുത്തു കൊണ്ടുപോവുക തന്നെയായിരുന്നു. വീട്ടിൽ വന്ന് എനിക്ക് അതിനെക്കുറിച്ചൊരു ചിന്ത പോലും എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല. ഈ വേദനകളെ കുറിച്ച് അതുപോലും എന്നിൽ നിന്നും മറപ്പിച്ച് കളഞ്ഞു. അവിടെ ഞാൻ അന്ന് വീട്ടിലെത്തി പിറ്റേ ദിവസമാണ് എനിക്ക് ഇന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നല്ലോ, ഒന്നും കൂടാതെ എന്നെ മാതാവും ഈശോവും കൂടി എന്നെ ആ ജപമാല റാലിയിൽ പങ്കെടുക്കാനും ഇവിടെ വരാനും വീട്ടിൽ തിരിച്ചെത്താനും എല്ലാറ്റിനും എന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്തു. ദൈവത്തിൻ്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ് ഞാനതെന്ന് ഏറ്റുപറയും. വിലാപം 3:22 വചനം ഇങ്ങനെ പറയുന്നു, കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നുമില്ല, അത് ഓരോ പ്രഭാതത്തിലും പുതിയതാണ്. കർത്താവിൻ്റെ സ്നേഹം എപ്പോഴും നമ്മൾ ഓരോ ദിവസവും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. വ്യത്യസ്ത രീതിയിൽ തമ്പുരാൻ നമ്മളെ സ്നേഹിച്ചു കൊണ്ടിരിക്കുന്ന ആ സ്നേഹം എത്ര നമുക്ക് പറഞ്ഞാലും, ആ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞാലും മതി വരില്ല. അപ്പോൾ പിന്നീട് ഞാൻ പറയും, കാരണം എന്ന് വെച്ചാൽ ഈ ഉടമ്പടി സ്വർഗരാജ്യത്തിലേക്കുള്ള വാതിലാണെന്ന്. കാരണം ഞാൻ മുന്നേ നമ്മൾ പ്രാർത്ഥനയും കാര്യങ്ങളും അതുപോലെ കാരുണ്യപ്രവർത്തികളൊക്കെ ഉണ്ടെങ്കിലും കൂടി പക്ഷേ അതിനൊരു തീഷ്ണത ഉണ്ടായിരുന്നില്ല. കൂടുതൽ ഇപ്പം എനിക്ക് തീഷ്ണതയും അത് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹവും ദാഹവും ആ ഒരു വിശ്വാസവും വിശ്വസ്തതയും ഒക്കെ എനിക്ക് ഈ ഉടമ്പടി എടുത്തപ്പോൾ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അതുപോലെ കൂടുതൽ ഇതിലൂടെ എനിക്ക് ഈ ഉടമ്പടി എടുത്തതിലൂടെ കൂടുതൽ വിശുദ്ധിയിലേക്ക് വളരാൻ എന്നെ സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ കൃപാസനം പത്രം ഞാൻ പ്രാർത്ഥിച്ച് അതുമേൽ കുരിശിട്ടിട്ട് ഞാൻ ബസ് സ്റ്റാൻഡുകളിലും ചിലപ്പോൾ അത് കഴിഞ്ഞ് ഒഴിവുണ്ടെങ്കിൽ ചിലപ്പോൾ റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോകേണ്ടി വരുമ്പോൾ അതും കൈപ്പിടിക്കും ഞാൻ. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലും കൊടുക്കും. അതുപോലെ തന്നെ ഭക്ഷണം വീട്ടിലുണ്ടാക്കി അത് പൊതിച്ചോറാക്കി അങ്ങനെ പാവപ്പെട്ടവർക്ക് അത് കൊണ്ടു കൊടുക്കുകയും പറ്റുന്ന സഹായം പൈസ കൊണ്ടൊക്കെ സഹായിക്കും. അതുപോലെ ഞങ്ങളുടെ അവിടെ ചിറ്റിശ്ശേരിയിൽ ഓൾഡ് ഏജ് ഹോമുണ്ട്. അമ്മമാരെ പോയി അവരെ കുളിപ്പിക്കും, അവർക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കും. അങ്ങനെ ദൈവം തന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് കർത്താവിന് ഒരുപാട് നന്ദി സ്തുതിയും പറയുകയാണ്. ഇനിയും തമ്പുരാൻ്റെ അളവില്ലാത്ത സ്നേഹം ഓരോ നിമിഷവും നമ്മൾ അനുഭവിച്ചറിഞ്ഞ് ആ വിശ്വസ്തതയിലും വിശുദ്ധിയിലും മുന്നോട്ട് ജീവിക്കുവാനായിട്ട് ഞാനിപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടും പരിശ്രമിച്ചും കൊണ്ടിരിക്കുന്നു. ദൈവം തന്ന എല്ലാവിധ അനുഗ്രഹങ്ങൾക്കും പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും എത്രമാത്രം നന്ദി പറഞ്ഞാലും മതി വരില്ല. ഒരുപാട് നന്ദിയും സ്തുതി അർപ്പിക്കുന്നു. ദൈവമഹത്വത്തിനായി ഞാൻ ഈ സാക്ഷ്യം ഇവിടെ സമർപ്പിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ മണ്ണിൽ കാലുകുത്താൻ കഴിഞ്ഞതിൽ
ഈശോയ്ക്കും മാതാവിനും കോടാനുകൂടി നന്ദി. എൻ്റെ പേര് ഹണി. ഞാൻ കണ്ണൂർ ജില്ലയിൽ തളിപ്പറമ്പ് നിന്ന് വരുന്നു. ഇതെൻ്റെ മകൾ ദിയ. ഞാനിവിടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാർ വഴിയാണ് ഞാനിവിടെ എത്തുന്നത്. ഇവിടെ ഉടമ്പടി എടുക്കാൻ കാരണം എൻ്റെ മകൾക്ക് ചെറുതിലെ സ്കൂളിൽ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൊട്ടേ എപ്പോഴും തലവേദനയും തലകറക്കുമൊക്കെ ആയിരുന്നു. സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സ് എപ്പോൾ എന്നെ വിളിക്കുമായിരുന്നു. ഞങ്ങൾ ഡോക്ടർമാരെ കൊണ്ടു കാണിച്ചപ്പോൾ ഒരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ സ്കൂളിൽ കണ്ണിൻ്റെ ഡോക്ടർ വന്നപ്പോൾ അവളെ ടെസ്റ്റ് അവർ നോക്കിയിട്ട് പറഞ്ഞു, മോൾക്ക് ഒരു കണ്ണിന് കാഴ്ചക്കുറവുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവളെ വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടു കാണിച്ചപ്പോൾ അവിടുത്തെ ഡോക്ടർ പറഞ്ഞു, ഇവൾ ഒരു കണ്ണിൽ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ, മറ്റേ കണ്ണ് ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് 99% കണ്ണിൻ്റെ കാഴ്ചശക്തി പോയി എന്ന് ഡോക്ടർ പറഞ്ഞു. ഞങ്ങൾക്ക് ടെൻഷനായി. ഞങ്ങൾ പിന്നെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് കുർബാന കൂടിക്കഴിഞ്ഞപ്പോൾ മോളെന്നോട് പറഞ്ഞു, എൻ്റെ കണ്ണിലൊരു കരട് പോയിട്ടുണ്ട്, അമ്മയൊന്ന് ഊതിത്തരാൻ പറഞ്ഞു. ഞാൻ ഇവളുടെ കണ്ണിലൊന്ന് ഊതിക്കൊടുത്തു. പിന്നെ ഇപ്പോൾ ഭയങ്കരമായി പെട്ടെന്ന് കരഞ്ഞു. ഞാൻ പറഞ്ഞു, കരയണ്ട, നീ മാതാവിനോട് പ്രാർത്ഥിച്ചോ, നിനക്ക് പിന്നെ മാതാവ് കാഴ്ച തരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവളെന്നോട് പറഞ്ഞു, എനിക്ക് ഈശോയെയും മാതാവിനെയും വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഞങ്ങൾ ഡോക്ടർമാരെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് കുട്ടീൻ്റെ കണ്ണിന് 99% കാഴ്ച പോയതാണെന്നാണ് പറഞ്ഞത്. പിന്നെ ചെറിയ കുട്ടിയായതുകൊണ്ട് ഒരു കണ്ണിൽ എക്സസൈസ് തരാൻ പറ്റില്ല എന്നാണ് അവർ പറഞ്ഞത്. മറ്റേ കണ്ണിൽ കൊണ്ട് മാത്രം അവൾ യൂസ് ചെയ്യുന്നുള്ളത് കൊണ്ട് ഒരു കണ്ണിൽ കൂടി മാത്രമേ അവൾ കാണുന്നുള്ളൂ എന്ന് പറഞ്ഞു. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ മോൾക്ക് ഇപ്പം ഞങ്ങളെ എല്ലാവരെയും വ്യക്തമായിട്ട് അവൾക്ക് കാണാവുന്നുണ്ട്, പറ്റുന്നുണ്ട്. പിന്നെ ഇതിൽ നല്ലൊരു സാക്ഷ്യം അവൾക്ക് കിട്ടിയിട്ടുണ്ട്. അത് അവൾ തന്നെ പറയും. എൻ്റെ പ്രാർത്ഥന എന്ന് പറയുന്നത്, ഞാൻ അങ്ങനെ എല്ലാ ദിവസവും ഒന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളല്ലായിരുന്നു. ഇപ്പം ഞാൻ ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി ഞാൻ എല്ലാ ദിവസവും കുരിശ് വരയ്ക്കുന്നുണ്ട്, അരമണിക്കൂർ ബൈബിൾ വായിക്കുന്നുണ്ട്. എന്നെക്കൊണ്ട് സഹായിക്കുന്ന വിധത്തിൽ എന്നെ സഹായം ചോദിക്കുന്നവർക്ക് ഞാൻ സഹായിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ മകൾക്കുണ്ടായ അനുഭവം എൻ്റെ മോള് തന്നെ പറയും. എൻ്റെ പേര് ദിയ. ഞാൻ 7th പഠിക്കുന്നു. അമ്മ മാതാവിന് ഈശോക്കും ഞാൻ നന്ദി പറയുന്നു. ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്കൊരു എക്സാം ഉണ്ടായിരുന്നു. സാൻസ്ക്രിറ്റും ഹിന്ദു ആയിരുന്നു. അത്രയും ദിവസം അമ്മയായിരുന്നു എന്നെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ഒരു ദിവസം അമ്മ പുറത്തു പോയപ്പം ഞാൻ ഒറ്റയ്ക്കായിരുന്നു. ഞാനും എൻ്റെ അനിയനായിരുന്നു ഉണ്ടായിരുന്നത്. എൻ്റെ അനിയനെ അവൻ കളിക്കുന്ന സൗണ്ട് കൊണ്ട് എനിക്ക് പഠിക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ അവനെ പുറത്തു വിട്ടു. ഞാൻ വാതിലടച്ചു. എനിക്ക് ഒട്ടും മനസ്സിലാവുന്നില്ലായിരുന്നു, പഠിക്കാനും കഴിയുന്നില്ലായിരുന്നു. ഞാൻ രൂപക്കൂടിൻ്റെ അടുത്ത് പോയി ഞാൻ മാതാവിനോട് മുട്ടുകുത്തി ഞാൻ പ്രാർത്ഥിച്ചു. എനിക്ക് പഠിക്കാൻ കഴിയുന്നില്ല, വായിക്കാൻ കിട്ടുന്നില്ല, ഭയങ്കര ടഫാണ്, എനിക്ക് മാതാവ് പറഞ്ഞു തരണം, എനിക്ക് ഒട്ടും പഠിക്കാൻ കഴിയുന്നില്ല, പഠിക്കാനുള്ള ബുദ്ധി തരണം എന്ന് പറഞ്ഞു. ഞാൻ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു കരഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ റൂമിലേക്ക് കയറിപ്പോയി. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന രൂപക്കൂട്ടിലേക്ക് നോക്കിയപ്പം ഒരു കുഞ്ഞ് തീപ്പാളം പോലെ താഴേക്ക് വീഴുന്നു. അപ്പം ഞാൻ അങ്ങോട്ട് ഓടിച്ചേർന്നു. അപ്പോഴത്തേക്ക് മാതാവ് അവിടെ നിൽക്കുന്നതാണ് കണ്ടുകൊണ്ടിരുന്നത്. മാതാവ് എന്നിട്ട് ഞാൻ മുട്ടുകുത്തി അവിടെ നിന്നു. മാതാവ് എൻ്റെ തലയിൽ തൊട്ട് എന്നെ അനുഗ്രഹിച്ചു. എൻ്റെ തല ഫുള്ള് മാതാവിൻ്റെ കൈയായിരുന്നു. ഭയങ്കര തണുപ്പൊക്കെ ആയിരുന്നു. എനിക്ക് കയ്യും കാലൊക്കെ വിറത്ത് തണുത്തിരിക്കുമായിരുന്നു. അപ്പോഴത്തേക്ക് ഞാൻ ഓടിപ്പോയി. അപ്പോഴത്തേക്ക് മാതാവ് അവിടെ നിന്ന് പോയായിരുന്നു. ഞാൻ വേഗം വാതിൽ തുറന്നു എൻ്റെ അനിയനെ ഞാൻ പറഞ്ഞു. എൻ്റെ അനിയന് വേഗം പേടിച്ചു പോയി. പിന്നെ അമ്മേനെ വിളിച്ചു. അമ്മ വന്നു. അമ്മ വന്നിട്ട് എന്നോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഞാൻ മാതാവിനെ കണ്ടത് മാതാവിൻ്റെ ഇവിടെ ഇരിക്കുന്ന ആ രൂപമല്ല, മാതാവിനെ പോലെ തന്നെയായിരുന്നു. പക്ഷേ ഡ്രസ്സിന് ഈ കളറല്ലായിരുന്നു, ഒരു റോസും വൈറ്റും ഒക്കെ ആയിരുന്ന ഒരു കളറായിരുന്നു. ഞാനങ്ങനെ അമ്മ എല്ലാ കാര്യങ്ങളൊക്കെ ചോദിച്ചു, മനസ്സിലായി. പിന്നെ ആ പരീക്ഷയ്ക്ക് എനിക്ക് നല്ല രീതിയിൽ തന്നെ മാർക്ക് ഉണ്ടായിരുന്നു.
25 24 അങ്ങനെയായിരുന്നു. സംസ്കൃതത്തിലും ഹിന്ദിയിലൊക്കെ മാർക്ക് ഉണ്ടായത്. അമ്മ മാതാവിന് ഈശോക്ക് ഞാൻ നന്ദി പറയുന്നു.